വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ഞാന് രണ്ടു മൂന്ന് കഥ പറയാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നലെ നമുക്ക് മെനിഞ്ഞാന്ന് നമുക്ക് ഏകാദശിയായിരുന്നു. അപ്പൊ ഏകാദശി വ്രതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്രതമാണ്. കാരണം നമ്മൾ എന്തൊക്കെ മുടങ്ങിയാലും ഏകാദശി വ്രതം ഒരിക്കലും മുടങ്ങരുത് എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് ഏകാദശി വ്രതം. പ്രത്യേകിച്ച് ഒരു വൈഷ്ണവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് അല്ലാത്ത ആൾക്കാർക്ക്, നമ്മള് വൈഷ്ണവരല്ലാത്ത ആൾക്കാരും ഏകാദശി എടുക്കാറുണ്ട്. അവരവരുടേതായിട്ടുള്ള രീതികളിലാണ് എടുക്കുന്നത്. ഗോതമ്പൊക്കെ കഴിക്കാറുണ്ട്, അങ്ങനത്തെ രീതിയിൽ എടുക്കും. പക്ഷെ നമുക്ക് വൈഷ്ണവർക്ക് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് അറിയാം ഏകാദശി വ്രതം. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഏകാദശി വ്രതം എടുക്കുന്നത്. അപ്പൊ ഏകാദശി വ്രതം എടുക്കാൻ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഏകാദശി വ്രതം ഒരിക്കലും മുടക്കരുത്. കാരണം മാസത്തിൽ 2 പ്രാവശ്യം വരുന്നത് കൊണ്ട് ഒരിക്കലും മുടക്കരുത് എന്നാണ് പറയുന്നത്. ഏകാദശി വ്രതം മുടങ്ങിക്കഴിഞ്ഞാല് പശുവിനെ കൊല്ലുന്നതിന് തുല്യം, എത്രയോ ഗോക്കളെ കൊല്ലുന്നതിന് തുല്യം. അപ്പൊ ഗോമാതാവ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ അമ്മയാണ്. അപ്പൊ അമ്മേനെ കൊല്ലുന്നതിന് തുല്യമാണ് ഏകാദശി വ്രതം മുടക്കുന്നത്. അല്ലെങ്കിൽ തന്റെ അച്ഛനെയും അമ്മേനെയും കൊന്നതിന്റെ പാപത്തിന്റെ അത്ര ഇതാണ് ഏകാദശി വ്രതം മുടക്കുന്നതിന് തുല്യം എന്നാണ് പറയാറ്. അപ്പൊ ഏകാദശി വ്രതം നമുക്ക് പല രീതിയിൽ എടുക്കാം. അതായത് എന്താ പറയാ, ചിലപ്പോ നമുക്ക് ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ കഴിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിർജ്ജലം എടുക്കാം, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടെടുക്കാം. ഏത് രീതി നമ്മുടെ ഇതിനനുസരിച്ച് ഭഗവാൻ അത് ഇതായിട്ടുണ്ട്. പണ്ടത്തെ ഋഷിമാരൊക്കെ നിർജ്ജലമാണ് എടുക്കാറ്. അതായത് ഒന്നും കഴിക്കാതെ ആ ഒരു ദിവസം മുഴുവൻ ഭഗവാനെ തപസ്സിരിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് എടുക്കാറ്. പക്ഷെ നമുക്ക് ഭഗവാൻ അതിനെ എത്ര ഇതായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, പക്ഷെ കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രമേ കഴിക്കാവൂ. പക്ഷെ അതിൽ തന്നെ ഇപ്പൊ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇസ്കോൺ ടെമ്പിൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ, മായപ്പൂർ, വൃന്ദാവനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ ദിവസം അവിടെ ഫീസ്റ്റ് ആണ്. അതും ഏകാദശി ദിവസം കഴിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വലിയ ഫീസ്റ്റ് ആണ് നടക്കുക. അപ്പൊ ഏകാദശി ഇപ്പൊ അത്ര ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെയും എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഏകാദശി എടുക്കാൻ മുടക്കുന്നുണ്ട്. അപ്പോ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഏകാദശി കറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരാളാണ്. അതായത് ആ രാജാവ് എന്ന് പറയുന്നത് ഒരു ഏകാദശി പോലും മുടക്കാറില്ല. അത്രയ്ക്ക് അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തുള്ള ആ ഒരു ഭക്തി അത്രയാണ്. അപ്പൊ ഒരു ഏകാദശി പോലും അദ്ദേഹം മുടക്കാറില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാജ്യത്തുള്ള ആൾക്കാരുടെ എല്ലായിടത്തും ഏകാദശി എടുക്കാനും പറയും. അവിടെയുള്ള എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാർ, അതൊരു റൂളാണ്. നമുക്ക് പല റൂൾസ് ഉണ്ട്, അതേപോലെ ഒരു റൂളാണ്. അവിടെ ആ രാജ്യത്തുള്ള ആരും ഏകാദശി മുടക്കാൻ പാടില്ല. എല്ലാ ഏകാദശിയും ആ രാജ്യത്തുള്ള എല്ലാവരും എടുക്കണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്, ആ രാജ്യത്തെ ഒരു റൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജാവിന്റെ വാക്ക്, അല്ലെങ്കിൽ രാജാവ് പറയുന്ന കാര്യം ആർക്കും ധിക്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്തു, ഏകാദശി എടുത്തു. ഏകാദശി എടുക്കും എല്ലാവരും, കുട്ടികളും വലിയവരും മുതിർന്നവരൊക്കെ ഏകാദശി എടുക്കും. ഇനി എന്തെങ്കിലും ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം രാജാവിന്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ഒരു വ്രതം മുടക്കാൻ പറ്റും. അല്ലാത്ത എല്ലാവരും ഏകാദശി എടുക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു ഇതാണ്. അപ്പൊ പണ്ട് എന്താ പറയാ, നമുക്ക് ഈ രാജ്യഭരണ കാലത്ത് അവർ രാജാവിന്റെ ഇത് അവർക്ക് അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് ജീവനൊക്കെ ആപത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയിലും കാര്യങ്ങൾക്കെല്ലാം ചിലര് ഭക്തി കൊണ്ടെടുക്കും, ചിലര് പേടിയിലെടുക്കും. അങ്ങനെ ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ഏകാദശി വ്രതം എടുക്കുമായിരുന്നു. അങ്ങനെ ആ രാജ്യത്തുള്ള ആൾക്ക് ഏകാദശി വ്രതം എടുക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇന്ന് നമ്മൾ എത്ര പാപം ചെയ്താലും ഏകാദശി വ്രതം എടുക്കുമ്പോൾ, ഒരു ഏകാദശി വ്രതം എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അവിടെയുള്ള എല്ലാവരും എടുക്കുമ്പോൾ അവരുടെ പാവങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവര് മരിക്കുമ്പോ, അവിടെ ആ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ മരിക്കുമ്പോ അവര് ഭഗവാന്റെ അടുത്തേക്ക് എത്താണ്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്താണ്. അപ്പൊ ഈ രാജാവും അതേപോലെ രാജാവിന് രാജ്ഞിയും മകനും ഉണ്ട്. അപ്പൊ അവര് 3 പേരും ഭഗവാന്റെ വലിയ ഭക്തനാണ്. അതുകൊണ്ട് അവര് ഒരു ഏകാദശി പോലും മുടക്കാറില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ആരും, ആ കൊട്ടാരത്തിലുള്ള ആരും, അതേപോലെ തന്നെ ആ രാജ്യത്തുള്ള ആരും അത് മുടക്കാറില്ല. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും ആ രാജ്യത്തുള്ള ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് അവർ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അപ്പൊ യമരാജൻ യമരാജൻ നോക്കുമ്പോ അവിടേക്ക് ആരും വരുന്നില്ല. അവിടെയുള്ള ആൾക്കാരൊക്കെ കുറവാണ്, അവിടേക്ക് ആരും വരുന്നില്ല. കാരണം എന്താണ്, ഈ രാജാവ് എല്ലാരെയും
വ്രതം അടുപ്പിച്ച് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താണ്, അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്താണ്. അപ്പൊ ഏകാദശി വ്രതം അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ആരും വരുന്നില്ല. അപ്പൊ യമരാജാവിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം തന്റെ ജോലിയൊന്നുമില്ല, അവിടേക്ക് ആരും, എല്ലാരും ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ, നല്ല ദൈവലോകം. ഇനിയിപ്പോ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ പറ്റിയില്ലെങ്കിലും, ഇപ്പൊ അത്രയും വലിയ പാവമൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിലും ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമുക്ക് ദേവലോകം, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് നരകത്തിലേക്ക് പോവാണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതേപോലെ അവിടേക്ക് ആരും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, യമരാജൻ എന്ത് ചെയ്തു, പോയി ബ്രഹ്മാവിന്റെ അടുത്ത് പറയും, ഈ കാര്യം പറയും, ഇങ്ങനെ ഒരു രാജാവുണ്ട്, ആ ഏകാദശി വ്രതം എല്ലാവരും എടുക്കുന്നത് കൊണ്ട് എന്റെ അങ്ങോട്ടേക്ക് ആരും വരുന്നില്ല, അവരെല്ലാരും ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അത് നല്ല കാര്യമാണ്, ബ്രഹ്മദേവൻ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഈ രാജാവ് ചെയ്യുന്നത് സത്യസന്ധമാണ്, അദ്ദേഹത്തിന്റെ ഭക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത് സത്യസന്ധമാണെന്ന് അറിയണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഒരു ഒരു സ്ത്രീ രൂപത്തെ ആരുണ്ടാക്കും, ബ്രഹ്മദേവൻ ഉണ്ടാക്കിയിട്ട് രാജാവിന്റെ അടുത്തേക്ക് വിടും. അപ്പൊ ഈ രാജാവ് നോക്കിയപ്പോ ഒരു ദിവസം രാവിലെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി രാജാവിന്റെ അടുത്ത് വന്നിട്ട് തന്നെ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കും. അപ്പൊ രാജാവ് ശരി വിവാഹം കഴിക്കാന്ന് പറയും. അങ്ങനെ രാജാവ് വിവാഹം കഴിക്കും. അപ്പൊ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി പറയും, ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങത് കേൾക്കണം, എന്നെ വിവാഹം കഴിക്കാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങത് കേൾക്കണം എന്ന് പറയും. അപ്പൊ രാജാവ് ശരി പറഞ്ഞിട്ട് ഇവര് വിവാഹം കഴിക്കും. അങ്ങനെ കുറെ ദിവസം പോയിട്ട് അടുത്ത ഏകാദശി വരുന്ന ദിവസമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാർത്തിക മാസമാണ്. അപ്പോ ഈ എന്താ പറയാ, കാർത്തിക മാസവും, അപ്പൊ ഞാൻ പറഞ്ഞു രാജാവും അവിടുത്തെ കുടുംബാംഗങ്ങളൊക്കെ വലിയ ഭക്തരാണ്. അപ്പൊ അവര് ഒരു വ്രതം പോലും മുടക്കാറില്ല, ഏകാദശി ആയാലും കാർത്തിക മാസം ആയാലും ഒന്നും മുടക്കാറില്ല. അപ്പൊ രാജാവ് കാർത്തിക് മാസം എടുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ഈ രാജ്ഞിയോട് പറയും, അതായത് രണ്ടാമത്തെ രാജ്ഞിയോട് പറയും, അടുത്ത ദിവസം മുതൽ കാർത്തിക മാസമാണ്, ഞാനത് എടുക്കാൻ പോവാണെന്ന് പറയാം. അപ്പൊ ഈ രാജ്ഞി പറയും, അത് വേണ്ട, കാർത്തിക മാസം എടുക്കണ്ട, നാളെ അങ്ങ് എന്റെ കൂടെ ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിക്കാൻ വേണ്ടി വരണം, അപ്പൊ അതുകൊണ്ട് അങ്ങ് കാർത്തിക മാസം എടുക്കണ്ടെന്ന് പറയും. അപ്പൊ രാജാവ് പറയും, കാർത്തിക മാസം എടുക്കാതിരിക്കാൻ പറ്റില്ല, അത് അത്രയും ഇതാണെന്ന് പറയും. അപ്പം രാജ്ഞി പറയും, അങ്ങ് ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യാന്ന് പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പൊ രാജാവ് വിചാരിക്കും കാർത്തിക മാസം കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, മൂത്തരജ്ഞ. അവിടെ കാർത്തിക മാസ വ്രതം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോലെയല്ല. നമ്മളിപ്പോ കാർത്തിക മാസത്തിന്റെ അന്ന് ദിവസം എന്താ പറയാ, വിളക്ക് കത്തിക്കുക, അതായത് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാന് ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അത് മാത്രമല്ല, പിന്നെ ഭഗവാന്റെ നാമം കുറച്ചും കൂടെ കൂടുതൽ ജപിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ കാർത്തിക മാസം അങ്ങനെയല്ല എടുക്കേണ്ടത്, അതിന് വേറെ ഒരുപാട് ഇതുണ്ട്. അത് ഞാൻ വേറൊരു മുന്നൊരു ക്ലാസ്സിൽ അതങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെയാണ് അവരെടുക്കുന്നത് ചില അപ്പൊ അതേപോലെയാണ് അവിടെ. അപ്പൊ ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ എടുത്താൽ മതിയല്ലോ, ആ കുടുംബത്തിന് ഫുള്ള് ഇതാണ്. അപ്പൊ അതുകൊണ്ട് മൂത്ത രാജ്ഞിയോട് ആദ്യത്തെ രാജ്ഞിയോട് രാജാവ് എടുക്കാൻ പറയാമെന്ന് വിചാരിക്കും. എന്നിട്ട് പറയും, ശരി കുഴപ്പമില്ല, കാർത്തിക മാസം ആദ്യത്തെ ഇതായിട്ട് എടുക്കാമെന്ന് പറയും. ആ സമയത്താണ് അടുത്ത ദിവസം ഏകാദശിയാണെന്ന് രാജാവിന്റെ മകൻ വന്ന് രാജാവിനോട് പറയുന്നത്. അപ്പൊ ഏകാദശി എന്തൊക്കെ പറഞ്ഞാലും മുടക്കാൻ പറ്റില്ല രാജാവിന്. അപ്പൊ രാജ്ഞിയോട് പറയും, നമുക്ക് നാളെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് അടുത്തൊരു ദിവസം ഭക്ഷണം കഴിക്കാം, നാളെ ഏകാദശിയാണെന്ന് പറയും. അപ്പൊ ഈ രാജ്ഞി പറയും, അത് പറ്റൂല, ഞാൻ ഇത്രയും പറഞ്ഞല്ലേ, അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞൊന്നും കേൾക്കാതിരിക്കില്ല, നാളെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് ഏകാദശി എടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ, ഒരു ദിവസം ഒരു പ്രാവശ്യം ഏകാദശി മുടങ്ങി എന്ന് പറഞ്ഞിപ്പോ ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പൊ രാജാവ് പറയും, ഇല്ല, ഏകാദശി വ്രതം എന്തൊക്കെ പറഞ്ഞാലും മുടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഏകാദശി എടുക്കും എന്ന് പറയും. അപ്പൊ ഈ രാജ്ഞി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പൊ രാജാവിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഏകാദശി മുടക്കാൻ പറ്റില്ല എന്ന് ഈ രാജ്ഞിയുടെ ആഗ്രഹവും മാറ്റാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാന്റെ ഇതാണ് പ്രാധാന്യമാണ് മുന്നില്. അപ്പൊ രാജാവ് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ഈ രാജാവിന്റെ മകൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ രാജാവിന്റെ മകൻ എന്ത് ചെയ്യും, തന്റെ അമ്മയോട് പോയി പറയും, അമ്മ ഒരു കാര്യം ചെയ്യും, അവരെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറയും, അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. അങ്ങനെ ഈ രാജ്ഞി, അതായത് ആദ്യത്തെ രാജ്ഞി രണ്ടാമത്തെ രാജ്ഞിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് പറയാൻ വേണ്ടി പോയി സമാധാനിപ്പിക്കുക. അപ്പൊ ഈ രാജ്ഞി പറയും, ഇല്ല, ഞാനത് ചെയ്യില്ല, ഇനി അത് വന്ന ഒരു കാര്യം ചെയ്യും, ശരി, ഞാൻ ഏകാദശി എടുക്കാൻ സമ്മതിക്കാം, ഒന്നിനി ഏകാദശി എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിന്റെ മോനെ, അതായത് ആദ്യത്തെ രാജ്ഞിയുടെ മകന്റെ എന്താ പറയാ, തല വെട്ടിയിട്ട് അതെനിക്ക് സമ്മാനമായിട്ട് തരണം എന്ന് പറയും. അപ്പൊ ഈ രാജ്ഞി പറയും, ഞാനിവിടെ സമാധാനിക്കാൻ വന്നു, ഇപ്പൊ എന്റെ മകന്റെ ശരീരം അവർക്ക് വേണം എന്ന് പറയും. അപ്പൊ ഇവര് ഭയങ്കര, അപ്പൊ ഈ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ രാജ്ഞിക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ ഈ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഈ മൂത്ത രാജ്ഞി പറയും,
അങ്ങ് ഒരു കാരണവശാലും ഭഗവാന്റെ കാര്യങ്ങളൊന്നും മുടക്കാൻ പാടില്ല. കാരണം അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമതാണ് വരുന്നത്. അതായത് ഭാര്യ മകൻ ഇവരൊക്കെ രണ്ടാമതാണ് വരുന്നത്. ഭഗവാന്റെ കാര്യമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യും, അങ്ങ് എന്റെ മകന് ഒന്നുള്ളൂ, പക്ഷെ ഏകാദശി മുടക്കണ്ടെന്ന് പറയും. അപ്പൊ ആ സമയത്ത് ഈ മകൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ശരിയാണ് അച്ഛാ, അങ്ങ് എന്റെ തല വെട്ടിക്കോളൂ, പക്ഷെ അങ്ങ് ഏകാദശി മുടക്കണ്ടെന്ന് പറയും. അപ്പൊ ഏകാദശിക്ക് വേണ്ടിയിട്ട് തല വെട്ടിക്കോളൂ എന്ന് പറയും. അങ്ങനെ രാജാവിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വന്തം മകന്റെ തല വെട്ടണം, അല്ലെങ്കിൽ ഏകാദശി മുടക്കണം. അപ്പൊ ഈ അടുത്ത ദിവസം രാജാവ് സ്വന്തം മകന്റെ തല വെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ഇതിൽ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുലുങ്ങും. അപ്പൊ ഭൂമി കുലുക്കം പോലെ ഭയങ്കരമായിട്ട് കുലുങ്ങും. നോക്കുമ്പോ ഭഗവാൻ നേരിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ്, അതിന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ആ പരീക്ഷണത്തില് നിങ്ങള് ഇത് ചെയ്തപ്പോ എന്തായാലും എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതായത് ഈ ഭാര്യയ്ക്കും മകനും രാജാവിനും എന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഒരു ജന്മം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചിട്ട് പോകും. അപ്പൊ ഒരു ഏകാദശി മുടക്കി നമ്മൾ സാധാരണ എത്ര ഏകാദശി മുടക്കിയിട്ടുണ്ട്? നമ്മൾ ഒരു ഏകാദശി ദിവസം പോകും, ഇന്നൊരു ഏകാദശി അല്ലേ, അത് മുടക്കുന്നതിന് എന്താ കുഴപ്പം എന്നൊരിതാണ്. അപ്പൊ ഒരു ഏകാദശി മുടക്കിയെന്നാണ് രാജാവ് എന്ത് ചെയ്യുന്നത്? തന്റെ മകന്റെ ജീവൻ വരെ കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ഏകാദശി. നമ്മളിനി എന്തൊക്കെ വ്രതം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോ 100 വർഷം ഇരുന്ന് തപസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 1000 വർഷം നമ്മളെ കൊണ്ട് തപസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ വ്രതം എത്ര വലിയ വ്രതങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തതിന്റെ തുല്യമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഏകാദശി വ്രതം. അപ്പൊ ഏകാദശി വ്രതം ആർക്കും നമുക്ക് മുടക്കാതിരിക്കുക. കാരണം അന്നത്തെ ദിവസം നമ്മളിപ്പോ എന്താ പറയാ, ഏകാദശി പിന്നെയും ഇതായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ പണ്ടത്തെ ആൾക്കാർ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വലിയ വലിയ ആചാര്യന്മാർ എടുക്കുന്നത് പോലെയോ നിർജ്ജലമോ അങ്ങനെയൊന്നും അല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ വളരെ ഇതായിട്ടാണ് പിന്നെയും എടുക്കുന്നത്. അന്നത്തെ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അപ്പൊ അത്രയും ഇതായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുപോലും നമ്മൾ മുടക്കാറുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞ്, നമുക്ക് ഹെൽത്തിന്റെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് മുടക്കാറുണ്ട്. തീരെ വയ്യെങ്കിൽ മാത്രമാണ് ഏകാദശി വ്രതം മുടക്കേണ്ട, അല്ലെങ്കിൽ ഏകാദശി വ്രതം എടുക്കാം. കാരണം ഏകാദശി വ്രതം എടുക്കുന്നത് അത്ര പാടില്ല. നമ്മളെ തന്നെ ഫുള്ള് നേരെ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നില്ലല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷെ കഴിക്കേണ്ട സാധനങ്ങൾ മാത്രമേ നമുക്ക് കഴിക്കേണ്ടിയുള്ളൂ. അങ്ങനെ പറയുന്നുള്ളൂ. അപ്പം പക്ഷെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കാലോ, ആ ഒരു കാര്യത്തിൽ മാത്രം ഇത് ചെയ്യാം. അതുകൊണ്ട് ഏകാദശി വ്രതം മുടക്കരുത്. കാരണം അത് അത്രയും വലിയ പാപമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അറിഞ്ഞുകൂടാത്ത ഒരാൾ ചെയ്യുന്നതെങ്കിൽ പാപം പിന്നെയും കുറവാണ്. പക്ഷെ നമ്മള് വൈഷ്ണവരെല്ലാം അറിഞ്ഞിട്ട് അത് വീണ്ടും മുടക്കുമ്പോൾ പാപം കൂടുതലാണ്. കാരണം ഏകാദശി വ്രതം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത കഥ എന്ന് പറയുന്നത് ഒരു ശ്രീരാമസ്വാമിയുടെ കഥയാണ്. അതായത് ശ്രീരാമസ്വാമി ഒരു ഒരു വലിയൊരു കാട്ടിന്റെ ഒരു നടുക്ക് ഒരു വീടുണ്ടായിരുന്നു. അതായത് ഒരു വലിയ കാടാണ്, അതിന്റെ നടുക്കൊരു വീടുണ്ട്. ആ വീട്ടില് രണ്ട് ഭക്തരുണ്ട്. അതായത് ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള രണ്ട് ഭക്തര്. അവര് ശ്രീരാമസ്വാമിയുടെ വലിയ ഭക്തരാണ്. അവര് എല്ലാ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് മക്കളില്ല. അങ്ങനെ വളരെ, അതായത് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവർക്കൊരു മകൻ ഉണ്ടാവുകയാണ്. അപ്പൊ ഈ മകനെ അവര് വെളിയിൽ വിട്ട്, മകനെ ജനിച്ചു കഴിഞ്ഞിട്ട് അത് വലുതായപ്പോ തന്നെ അവര് പുറത്തേക്ക് വിടാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവരുടെ വീട് കാട്ടിന്റെ നടുക്കാണ്. അപ്പൊ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മകൻ എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോനെ പുറത്ത് വിടുന്നില്ല. മാത്രമല്ല, ഇനി ഇവര് പുറത്ത് പോയി താമസിക്കാന്ന് വെച്ചാൽ മോൻ ഇനി എന്തെങ്കിലും ചീത്ത സ്വഭാവമായിട്ട് പോവോ എന്നൊരു പേടിയില് ഇവര് മകനെ വീട്ടിന്റെ അകത്ത് മാത്രം വെച്ചിട്ട് അത്രയും നന്നായിട്ടാണ് വളർത്തുന്നത്. അപ്പൊ കൊച്ചിലെ തന്നെ ശ്രീരാമസ്വാമിയുടെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ മകൻ ഭഗവാന്റെ വലിയ ഭക്തനാവാണ്, ശ്രീരാമസ്വാമിയുടെ വലിയ ഭക്തനാവാണ്. അപ്പൊ ആ മകന് ഒരു 8 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് പഠിപ്പിക്കുന്നത്, വീട്ടിലിരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നത് കൂടുതലും ഭഗവാന്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. രാമായണം, മഹാഭാരതം ഒക്കെയാണ് ഈ മകനെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭഗവാന്റെ കാര്യം, അതായത് സ്പിരിച്വലി ആധ്യാത്മികമായിട്ട് ഈ കുട്ടി വളരെയാണ്. ഭൗതിക കാര്യങ്ങളൊക്കെ വിട്ടുവിട്ട് ഭഗവാന്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുകയാണ്.
പക്ഷെ ഈ കുട്ടി വീട്ടിന്റെ വെളിയിൽ അച്ഛനും അമ്മയും വിടാറില്ല. കളിക്കാൻ പോലും വീട്ടിന്റെ അകത്തിരുന്നാണ് കളിക്കുന്നത്. അപ്പൊ ഒരു ദിവസം രാത്രി ഭഗവാനെ കാണണം എന്ന രീതിയില് ഈ കുഞ്ഞ് അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങി പോവും. ഭഗവാനെ കാണണം എന്നുള്ള രീതിയിൽ പോവും. അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ലല്ലോ ഭഗവാൻ എന്താണ്, ഭഗവാനെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല എന്നറിയില്ല. അപ്പൊ അത്രയ്ക്ക് ചെറിയ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കാണണം എന്ന് ഇതിൽ വെളിയിലോട്ട് ഇറങ്ങിപ്പോ. അപ്പൊ വളരെ രാത്രിയാണ്, അതും കാട്ടിന്റെ നടുക്കാണ്. അപ്പൊ ഒരുപാട് ജീവികൾ മാത്രമല്ല പ്രേതങ്ങളും, ഞാൻ പറഞ്ഞു കാട്ടിന്റെ നടുക്കാണ്. അപ്പൊ പ്രേത പിശാചുകൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, അവിടേക്ക് ഇങ്ങനെ നടക്കുന്ന സമയമാണ്. കാരണം അത്രയും രാത്രി സമയമാണ്. അപ്പൊ ഈ കുട്ടി നടന്ന് ഒരു മരത്തിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അതിന്റെ മുകളിൽ ഒരു വലിയ പ്രേതം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രേതം പറയും, ഇന്ന് ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവാണ്, നീ ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ ഇന്ന് നിന്നെ ഭക്ഷിക്കാൻ പോവാണെന്ന് പറയും. അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് ദേഷ്യത്തിൽ, അപ്പൊ കുട്ടിക്ക് അറിയില്ല ഇത് പ്രേതമാണെന്നൊന്നും അറിയില്ല. അപ്പൊ കുട്ടി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയാണ്, ശരി നീ എന്നെ തൊട്ട് നോക്ക്, നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റില്ല, കാരണം എന്റെ കൂടെ ശ്രീരാമസ്വാമിയുണ്ട്, നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റില്ല എന്ന് പറയും. അപ്പൊ ഈ പ്രേതം പറയും ആണോ എന്ന് പറഞ്ഞിട്ട് ഈ പ്രേതം തൊടാൻ വേണ്ടി വരുമ്പോ ഈ കുട്ടി കണ്ണടച്ച്, രണ്ട് കൈയും കൂപ്പി കണ്ണടച്ച് ശ്രീരാമസ്വാമിയെ വിളിക്കും. അപ്പോ ശ്രീരാമസ്വാമി ഈ ഭക്തന്റെ വിളി, അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഭക്തന്റെ വിളി കേട്ടിട്ട് ഭഗവാന് വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ ബാക്കിൽ വന്ന് ഈ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കും. അപ്പൊ ഭഗവാനെ കണ്ടോണ്ട് തന്നെ ഈ പ്രേതം എന്ത് ചെയ്യും, അതുവഴി ഓടും. അപ്പൊ എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്യാണ്, പിന്നെ അങ്ങോട്ടേക്ക് നടക്കാണ്. അപ്പൊ ഭഗവാനെ കാണണം എന്നൊരു രീതിയിലാണ് ഈ കുട്ടി നടക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്ന് ആ കുട്ടി ഏകദേശം രാവിലെയൊക്കെ ആവാറായുന്ന സമയത്ത് ഒരു അമ്പലം കണ്ടുപിടിക്കുകയാണ്. അതൊരു ശ്രീരാമസ്വാമിയുടെ അമ്പലമാണ്. അമ്പലം കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അവിടെ ആരും ഇല്ല. ഈ കുട്ടി ഒരുപാട് നടന്ന് തളർന്ന് എന്ത് ചെയ്യാണ്, ആ അമ്പലത്തിന്റെ പടിയിൽ അങ്ങനെ കിടക്കുകയാണ്. അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ അമ്പലത്തിന്റെ മെയിൻ പൂജാരി, ആ അമ്പലത്തിന്റെ പൂജാരി അവിടേക്ക് വരുമ്പോ ഇവിടെ പടിയിൽ ഒരു കുട്ടി കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ആ കുട്ടീനെ തട്ടി ഉണർത്തിയിട്ട് പറയും, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, തണുപ്പാണ്, നീ ഇവിടെ എന്തിനാ കിടക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഭഗവാനെ കാണണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോ ഈ പൂജാരി വിചാരിക്കും കുട്ടി ഭഗവാനെ ദർശനം എടുക്കാൻ വേണ്ടി, അമ്പലത്തിലെ ഭഗവാന്റെ ദർശനം എടുക്കാൻ വേണ്ടി ആയിരിക്കും വരുന്നത്. അപ്പൊ ശരി വാ, നീ ഭഗവാനെ കാണാൻ എന്റെ കൂടെ വരാൻ പറയും. അങ്ങനെ അവിടെ ആ കുട്ടി എന്തെയാണ് മുകളിലോട്ട് പോയി ഭഗവാന്റെ ദർശനം എടുക്കാണ്. എന്നിട്ട് ആ കുട്ടി അവിടെ തന്നെ താമസിക്കണം. കാരണം ഭഗവാന്റെ അവിടെ ഉണ്ടല്ലോ ശ്രീരാമസ്വാമിയും സീതാമാതയും ലക്ഷ്മണനും അതേപോലെ തന്നെ ഹനുമാൻ സ്വാമി അവിടെ ഉണ്ട്. അപ്പൊ ഭഗവാൻ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ തന്നെ നിന്ന് അവിടെ ആ പൂജാരിക്ക് സഹായമൊക്കെ ചെയ്ത് അവിടെ തന്നെ നിന്ന് ഒരു രണ്ടാമത് നമ്മുടെ ഒരു മെയിൻ പൂജാരി ഇട്ട് രണ്ടാമതൊരു പൂജാരി ഉണ്ടാവില്ല, അതേപോലെ അവിടെ നിന്ന് സഹായങ്ങളൊക്കെ അവിടെ അമ്പലത്തില് ആ കുട്ടിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ ഒരിക്കൽ ഈ പൂജാരിക്ക് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിളി കിട്ടാണ്. അപ്പൊ അത് വലിയ ഇതാണ്, അതുകൊണ്ട് ഈ പൂജാരിക്ക് മുടക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ അമ്പലം ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകേണ്ട പ്രശ്നമില്ലല്ലോ, വേറെ കുട്ടി, അപ്പൊ ആ കുട്ടിയുണ്ട്. അപ്പൊ അവനെ ഏൽപ്പിച്ചിട്ട് എല്ലാം ഏൽപ്പിച്ച് അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, അവനെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഈ പൂജാരി പോവാണ് ആ പൂജയ്ക്ക്. ഇപ്പൊ കുറച്ച് ദൂരമുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ കുട്ടി ഭയങ്കര സന്തോഷമാണ്, ഭഗവാനെ നോക്കാനില്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ട് അങ്ങനെ ഭോഗം ഓഫർ ചെയ്യുന്ന സമയം അങ്ങനെ ഭോഗം ഉണ്ടാക്കി, ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി, കാരണം ആ കുട്ടിക്ക് കഴിക്കാനും പിന്നെ ഭഗവാന് കഴിക്കാനുള്ളത് മാത്രം. അപ്പം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഭഗവാൻ ഓഫർ ചെയ്യണം. അപ്പൊ ഈ കുഞ്ഞ് വിചാരിക്കും ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം കഴിക്കും എന്ന് വിചാരിക്കും. അപ്പൊ ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ഭഗവാൻ വരുന്നില്ല. അപ്പൊ മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ വരുന്നില്ല. അപ്പൊ കുട്ടി ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം കഴിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം നേരത്തെ ഈ മറ്റേ പൂജാരി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭോഗ് ഓഫർ ചെയ്യുമ്പോൾ എപ്പോഴും അടച്ചിട്ടാണ് ഓഫർ ചെയ്യുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഡയറക്റ്റ് വന്ന് ഭക്ഷണം കഴിക്കും എന്നാണ് ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കുറെ നേരം നോക്കിയിട്ടും ഭഗവാനെ കാണുന്നില്ല. അപ്പൊ പറയും, അപ്പൊ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് പറയും, ഭഗവാൻ വന്നില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊല്ലും എന്ന് പറയും. അപ്പോ ഭഗവാൻ ഈ വിളി കേട്ടിട്ട് വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം കഴിക്കും. ഭഗവാനും സീതാമാതാവും എല്ലാരും നേരിട്ട് വന്ന കുട്ടി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ അടുത്ത ദിവസം തൊട്ട് ഒരു വിഗ്രഹത്തിൽ ചെയ്യുന്ന പോലെ അല്ല കുട്ടി ചെയ്യുന്നത്, നേരിട്ട് ഭഗവാൻ വന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി മറ്റേ മരത്തിന്റെ ഇതെടുത്ത് ഭഗവാന്റെ കൈ കൊടുക്കും, കുളിക്കാനുള്ള ഇത് കൊടുക്കും, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇത് കൊടുക്കും, ഡ്രസ്സ് മാറ്റും, അങ്ങനെ എല്ലാം നേരിട്ട് ഭഗവാനെയാണ് ഈ കുട്ടി ചെയ്യുന്നത്. അല്ലാതെ
ഇതായിട്ട് വിഗ്രഹത്തെ അല്ല ചെയ്യുന്നത്, നേരിട്ട് ഭഗവാൻ വരും കുട്ടിക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവിടെയുള്ള ആൾക്കാർ, ഗ്രാമത്തിന്റെ തന്നെ ഒരു വലിയൊരാൾ വന്നിട്ട് പറയാണ്, എല്ലാ വർഷവും ഈ അമ്പലത്തില് എന്റെ വക ഒരു ഇത് നടത്താറുണ്ട്, ഒരു പൂജ നടത്താറുണ്ട്. ആ സമയത്ത് ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അത് നടക്കുമോ? കാരണം മെയിൻ പൂജാരി ഇല്ലല്ലോ, അദ്ദേഹമാണ് എല്ലാ പ്രാവശ്യവും നടത്താറ്, ഇപ്രാവശ്യം നടക്കുകയും ചോദിക്കും. അപ്പൊ കുട്ടി പറയാം, അതിനെന്താ, നടത്താലോ, അങ്ങ് നാളെ വരും, നമുക്ക് നാളെ തന്നെ ഇത് നടത്താമെന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിട്ട് ഇദ്ദേഹം പോകും, കാരണം അവിടെ എല്ലാ വർഷവും നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോ ഈ കുട്ടി അകത്തേക്ക് ചെല്ലുമ്പോ ഭഗവാൻ ചോദിക്കും, നീ എന്ത് ഇതിനെയാണ് നീ ഓക്കെ പറഞ്ഞത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഗ്രാമത്തിലെ ആൾക്കാരെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം എടുക്കും. അപ്പൊ ഈ കുട്ടി പറയും, അതുകൊണ്ടല്ലേ ഞാൻ, ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഭഗവാൻ ഉണ്ടല്ലോ, അങ്ങത് ചെയ്തു തരുമല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഓക്കെ പറഞ്ഞതെന്ന് പറയും. അപ്പൊ അടുത്ത ദിവസം ഇവരെല്ലാരും വരുമ്പോ അപ്പൊ ഇവരെല്ലാരും വെളിയിൽ വന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അപ്പൊ ഇവർക്ക് വെളിയിൽ നടക്കുന്ന കാര്യം അറിയത്തുള്ളൂ, അകത്ത് എന്താ നടക്കുന്നതെന്നല്ല. അകത്ത് നോക്കുമ്പോ ഭഗവാനും സീതാമാധവും കുക്ക് ചെയ്യാണ്. ഹനുമാൻ സ്വാമി, ലക്ഷ്മണ സ്വാമി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് കട്ട് ചെയ്ത് കൊടുക്കുക, സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക, അതൊക്കെ ചെയ്ത് കൊടുക്കാണ്. അപ്പൊ അകത്ത് അവിടെ ഭയങ്കര ഇതായിട്ട് ഈ കുട്ടി ഓടി നടന്ന് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാണ്. പിന്നെ ഫുഡ് എടുത്ത് വെച്ച അവിടെയുള്ള ആൾക്കാരെ വിളമ്പി അവർ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ ആരാണ് കുക്ക് ചെയ്യുന്നത്? ഭഗവാനും സീതാമാതാവും. അപ്പൊ നോക്കുമ്പോ മറ്റേ പൂജാരി, അതായത് അത് പൗത്യാമ്പൂ ഇല്ല, ആ പൂജാരി തിരിച്ചു വരാണ്. തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോ അമ്പലത്തിന്റെ അവിടെ ഭയങ്കരമായിട്ട് അവരെല്ലാരും ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പൊ ഇവര് പൂജാരി വിചാരിക്കും, ഇനി വേറെ ആരെങ്കിലും അമ്പലം ഏറ്റെടുത്തോ എന്നൊരു ഇതിൽ അകത്ത് പോകുമ്പോ ഇല്ല, ആ കുട്ടീനെ അവിടെ കാണവൻ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കും, അമ്പലം ഇനി വേറെ ആരെങ്കിലും ഏറ്റെടുത്തോ, എന്ത് പറ്റി, ഇവിടെ എങ്ങനെയാണ്? അപ്പൊ ഈ കുട്ടി പറയാം, അങ്ങ് മറന്നുപോയോ, അങ്ങ് എല്ലാ വർഷവും ഇവിടെ ഒരു ഉത്സവം നടത്താറില്ലേ, അതിന്റെ ഇതായിട്ടാണ് വരുന്നത്, ഇവരെല്ലാരും അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ഇന്ന് ആ ദിവസമായിരുന്നു എന്ന് പറയും. അപ്പൊ ചോദിക്കും, നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തു, നിനക്ക് എങ്ങനെ ഭക്ഷണം, ഇത്രയും ആൾക്കാർക്ക് എങ്ങനെ നിനക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും? അതിന് ഞാനല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭഗവാനും സീതാമാതാവുമാണ്. അവര് മാത്രമല്ല, ലക്ഷ്മണസ്വാമി, ഹനുമാൻ സ്വാമി ഉണ്ട്, അവര് കൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോ ഈ പൂജാരിക്ക് അത്ഭുതം, ഇദ്ദേഹം പോയി അകത്ത് നോക്കുമ്പോ അദ്ദേഹത്തിന് ആരെയും കാണാൻ പറ്റില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും, അതായത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, പക്ഷെ അവർക്ക് ഭഗവാനെ കാണാനില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഈ കുട്ടി ഭക്തി മാത്രമല്ല, ഭഗവാനിലൊരു വിശ്വാസവും ഈ കുട്ടി ഭഗവാനിലുണ്ടായിരുന്നു. അതായത് ഈ പൂജാരി ചെയ്തത് എന്ന് പറയുന്നത്, അതായത് ആ ഭഗവാന് പൂജ ചെയ്യുമ്പം അതൊരു വിഗ്രഹമായി കണ്ടാണ് ഈ കുട്ടി ചെയ്തത്, അല്ലെങ്കിൽ പൂജാരി ചെയ്തതല്ല, ഭഗവാനായി കണ്ടല്ല ചെയ്തത്, ഒരു ഭഗവാന്റെ വിഗ്രഹം എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി ചെയ്തത്. പക്ഷെ ഈ പൂജാരി ചെയ്തത്, പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല, ആ വിഗ്രഹത്തിൽ ആ കുട്ടി ആരെയാണ് കണ്ടത്? യഥാർത്ഥ ഭഗവാനെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ കുഞ്ഞിന് വന്ന് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ പൂജാരിക്ക് തന്നെ തെറ്റെന്താന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതായാലും നമ്മുടെ അമ്പലത്തിലായാലും അതൊക്കെ വിഗ്രഹങ്ങളാണെന്ന് കണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഇത് വരുന്നത്. പക്ഷെ നമ്മൾ അത് ഭഗവാനാണെന്ന് നമ്മൾ നേരിട്ട് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഭഗവാൻ നമ്മളോട് തിരിച്ച് റെസിപ്രിക്കേറ്റ് ചെയ്യും. നമ്മളെ ഭഗവാനോട് അങ്ങോട്ട് വിഗ്രഹം വന്ന രീതിയിൽ, അല്ലാതെ ഭഗവാനായിട്ട് ഇത് ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാല് ഭഗവാൻ നമുക്ക് തിരിച്ചിങ്ങോട്ടും ആ ഒരു ഇത്. അപ്പൊ ഈ കുട്ടി അങ്ങനെയാണ് ചെയ്ത, വിഗ്രഹം അത് ഭഗവാന്റെ ചെറിയ വിഗ്രഹമാണ് അല്ലെങ്കിൽ ശിലയാണെന്ന് കണ്ട് ചെയ്യാതെ അത് ഭഗവാനാണ്, യഥാർത്ഥത്തിൽ ഭഗവാനാണ് എന്നുള്ള രീതിയിൽ ചെയ്തപ്പോഴാണ് ആ ഭഗവാൻ തിരിച്ചെന്ത് ചെയ്തത്, ആ കുട്ടിയോട് തിരിച്ച് റെസിപ്രൊക്കേറ്റ് ചെയ്തത്. അതേപോലെ നമ്മളും എന്ത് ചെയ്യാ, ശിലയായാലും വിഗ്രഹമായാലും നമ്മൾ വിചാരിക്കും അത് ഭഗവാനല്ലല്ലോ എന്ന് ഇതായിട്ട് നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ഇതേ കൊടുക്കുള്ളൂ. പക്ഷെ അത് നമ്മളത് യഥാർത്ഥത്തിൽ ഭഗവാനാണെന്ന് കണ്ട് ചെയ്താൽ നമുക്ക് തിരിച്ചു അതിന്റെ ബലം കിട്ടും.